ഉമ്മ, ഞാനൊരുത്തൻ ഈ വീട്ടിലുണ്ടെന്ന് ഉമ്മാക്കെങ്കിലും ഓർത്തൂടെ? അത് ഈ ഭക്ഷണ സമയത്ത് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. സാധാരണ എല്ലാ വീട്ടിലും ഉമ്മമാരെ മക്കളെ കല്യാണക്കാര്യത്തിൽ താല്പര്യം എടുക്കാറ്. ഇതിപ്പോ ഈ വീട്ടിലെ ഉമ്മയും ബാപ്പി ഒരുപോലായിപ്പോയി. ഞാൻ വേറെ ഏതെങ്കിലും വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ പറഞ്ഞ കാര്യം ഞാനും പല പ്രാവശ്യം ആഗ്രഹിച്ചതാ. എന്നാലേ നിങ്ങൾക്കൊന്നല്ലേ കേൾക്കണ്ടുള്ളൂ. എന്റെ കല്യാണക്കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ നാളെ രാവിലെ എന്റെ റൂമിന്റെ വാതിൽ തുറക്കുമ്പോൾ ഒരു കയറിന്റെ കഷ്ണത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാം. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ബാപ്പാക്കുമായിരിക്കും. ഇതേപോലെ കടന്നലിന്റെ കുത്തുണ്ടായിരിക്കണ്. നക്കാനൊന്നും കിട്ടിയില്ലെന്ന്. പൊരയിലെ പണി മുഴുവൻ എടുത്ത് എനിക്ക് നീറ്റ് നടക്കാൻ വയ്യാണ്ടായി. അവിടുത്തെ കട്ടില് പോയി കടന്നോ. ഞാനിവിടെ കിടന്നാലേ നിങ്ങക്ക് നേരത്തിന് വെള്ളം ചൂടാക്കി തരാൻ ആരാ? വെള്ളം ഞാൻ വെയിലത്ത് വെച്ച് ചൂടാക്കിക്കോളാം. നിങ്ങക്ക് കുളിക്കാനുള്ള വെള്ളത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. 4 നേരം ഉരുട്ടി മിണുങ്ങാനുള്ള കാര്യ. വെള്ളം ഉരുട്ടി മിണുങ്ങണത് നിങ്ങളോട് വർത്താനം പറയാനേ എനിക്കാവൂല. ഇന്ന് മുതൽ ഈ പൊരയിലെ പണി ഒറ്റയ്ക്ക് എടുക്കാൻ എന്നെ കൊണ്ടാവൂലാന്ന്. എന്നാലേ പൊരയത്തെ പണിയെടുക്കാനാണെങ്കിൽ എന്റെ ബെല്യാപ്പ ചാലവർത്ത കുട്ടിരായനോട് ഇങ്ങോട്ട് വരാൻ പറയും. ഞാനൊരു കാര്യം പറഞ്ഞാലേ നിങ്ങൾ കേക്കൂ? കേൾക്കാതിരിക്കാൻ ചെവി പൊട്ടിട്ടൊന്നുമില്ല. ഞാൻ കാര്യമായിട്ട് പറയാ, വീട്ടിലേക്ക് ഒരാളെ കൂടി കിട്ടിയ എന്റെ എല്ലാ സൂക്കേടും മാറും. പിള്ളേർക്കെന്നെ തിന്നാൻ കൊടുക്കാൻ കഴിയില്ല. എന്നടല്ലേ വേറൊരാളും കൂടി. നിങ്ങൾ ചൂടാവുന്ന കരുതിയിട്ടാ ഞാൻ കാര്യം പറയാത്തത്. ഈ കാര്യം എന്താ വെച്ചാ പറയും. എനിക്ക് മണിമണ്ടന്റെ മാതിരി എന്റെ ചുറ്റും അങ്ങനെ മൂളി നടക്കാൻ കഴിയൂല. ഒരു പെണ്ണ് കെട്ടുന്ന കാര്യ. ഒരു പെണ്ണും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കതൊരാശ്വാസാ. നിങ്ങൾ എന്തേലും ഒന്ന് പറയും. പെണ്ണ് കെട്ടണേന് എനിക്ക് തർക്കടൊന്നുമില്ല. പക്ഷെ അവസാനം പെണ്ണുങ്ങൾ പോര് കാണിച്ചെന്ന് പറഞ്ഞ് എന്റെ മനസമാധാനം കഴിഞ്ഞാല് 2 എണ്ണത്തിന് ഞാൻ കൊല്ലും. ഒരു പോരും ഉണ്ടാവൂല. എന്റെ മരുവളെ ഞാൻ പൊന്നു പോലെ നോക്കും. മാപ്പന്റെ 2ാം പെണ്ണിനെ മരുവള് നല്ല വിളിക്കല്. മാപ്പിളന്റെ 2ാം പെണ്ണോ? അതല്ല ഇപ്പൊ ഇതുവരെ പറഞ്ഞത് ഞാനൊരു പെണ്ണും കൂടി കെട്ടണമെന്ന്. അയ്യടാ, വയസ്സ് പറഞ്ഞ തന്നിട്ട് ഒരു പൂതി. ഞാൻ ഷുക്കൂറിന്റെ കല്യാണക്കാരിയാ പറഞ്ഞത്. ഇപ്പൊ കൊള്ളുന്നോട് ഷുക്കൂറിന്റെ കല്യാണക്കാരി ഇനി വരുന്ന മുണ്ടിയാല് അന്റെ പല്ലിന് മാത്രല്ല നാവിനടക്കി ഞാൻ കമ്പിയിടും. പിന്നെ എനിക്ക് അടുത്ത കാലത്തൊന്നും ഇന്നങ്ങനെ ആരും പൂജപ്പിച്ചില്ലോ. ഉമ്മ ബാപ്പയോട് പറഞ്ഞ് എന്റെ കല്യാണക്കാരും ഓക്കെ ആക്കിയിട്ടുണ്ടാവും അല്ലേ? ഇതെങ്ങനെ സാധിച്ചെടുത്തു? ഇനി ഈ പോരേന്ന് കല്യാണം മുണ്ടി പോരുത്. ഇക്കാക്കമാരടി കൂടിയിട്ട് ആരമ്മ ജയിച്ചത്? 2 ആളും ജയിച്ച്. തോറ്റത് ഉമ്മയും ബാപ്പയാണ്. ഇന്നെ കൊണ്ടിപ്പോ ഉപ്പയും കുടുങ്ങില്ലേ? അന്നെ കൊണ്ട് മാത്രല്ല 3 ആമക്കളെ കൊണ്ടും ഞമ്മള് കുടുങ്ങി. മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയിട്ട് കാലം എത്രയായിന്നറിയോ? ഇങ്ങക്ക് 2 ആക്കും എന്നെ കൊണ്ട് കഴിയണ രീതിയിലൊക്കെ മനസമാധാനം തരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ വെറും ഒരു മയ്യത്തല്ലേ അമ്മ. മോനെ, സങ്കടം കൊണ്ട് പറഞ്ഞു പോയത്. കഴിഞ്ഞ ദിവസം ഉപ്പ പറയണ കേട്ടു എങ്ങോട്ടെങ്കിലും നാട് വിട്ടു പോകായിരുന്നു എന്ന്. അതിന് തടസ്സം ഞാനാണ് എന്ന്. 3 ആമക്കളുണ്ടായിട്ടും ₹1 ഉപകാരം കിട്ടാതെ ആയി പോയി ഇല്ലേ അമ്മ? മക്കളാണോ മാതാപിതാക്കളാണോ ഇതിൽ പ്രതികള്? പഴയ കാലം ഒന്ന് നല്ലോണം ഓർത്തു നോക്കണം ഉമ്മയും ഉപ്പയും. വിധിയെ ശപിച്ച് കാലം കഴിക്കാതെ പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറാകണം 2 ആളും.
നടന്നോളി മക്കളെ, വേഗം നടക്കി. നിങ്ങളെ സ്കൂളിൽ പറഞ്ഞാച്ചിട്ട് വേണോ പാപ്പാക്ക് ആസ്പത്രിയിൽ പോകാൻ. ആ വേഗം പോയി. മൂന്നാളും പോയി കുളിച്ചോളിയാ. ഇനി കുറച്ചു കാലം അടക്കള പറഞ്ഞ എന്റെ കയ്യിലായിരിക്കല്ലോ അല്ലേ? ആ അതും നല്ലൊരു പരിശീലനമാണല്ലോ. എന്റെ പെണ്ണുങ്ങളെ പ്രസവത്തിന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തെന്ന് കേട്ടു. പിന്നെ വിവരമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി തന്നെ പ്രസവിച്ചു. എന്നോട് പറയാൻ നേരം കിട്ടിയില്ല. ഇപ്പോൾ തന്നെ അമ്മായിമ്മ മാത്രമേ ഉള്ളൂ ആശുപത്രിയിൽ. ഇനി പീറ്റിങ്ങളല്ലേ സ്കൂളിൽ പറഞ്ഞാച്ചിട്ട് വേണോ എനിക്ക് ആശുപത്രിയിൽ പോവാൻ. വൈകുന്നേരമെങ്കിലും കടയിൽ നിന്ന് തുറക്കണ്ടേ. ചുരുക്കി പറഞ്ഞ ഒരു മിനിറ്റ് ഒഴിവില്ല. അല്ല കുട്ടി എന്താ? അൽഹംദുലില്ലാ പെൺകുട്ടിയാ. നാലാമത്തതും പെൺകുട്ടിയോ? ഇന്നാലില്ല. വെറുതെ അല്ല അനക്കിന്നോട് പറയാൻ നേരം കിട്ടാഞ്ഞത്. ഇപ്പൊ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? എന്താ ഈ പറയണത്? എന്റെ കുട്ടീനെ വേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് തോന്നി. ഇനി കിടന്നു കൊണ്ടിട്ട് കാര്യമില്ല. മൂന്നാമത്തത് പെണ്ണായപ്പോ ഒരു 100 വട്ടം ഞാൻ എന്നോട് പറഞ്ഞിട്ട് നിർത്തിക്കാളാന്ന്. അത് ഈ കേട്ടില്ല. അല്ല എന്നെ കുറ്റം പറയണില്ല. ഒരാൺകുട്ടിനെ കിട്ടാൻ എല്ലാവർക്കും പൂതി ഉണ്ടാവും. നാലാമത്തതെങ്കിലും ഒരു ആൺകുട്ടിയാവുന്ന ഈ കരുതിയിട്ടുണ്ടാവൂല്ലേ? എവിടെ അനക്ക് അതിനുള്ള വില്ല മുസുഖമായ. പിന്നെ ഇനി ഒരു പരീക്ഷണത്തിന് നിൽക്കണ്ട. മൈമൂനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രസവം കൊണ്ട് നിർത്തിക്കാളാ. എന്തേ? എനിക്കില്ലാത്ത ബേജാറ് എനക്കെന്തിനാ ആലോചിക്കുട്ടിയെ? എനിക്കെന്ത് ബേജാറ്? ഞാൻ എൻ്റെ കാര്യം ആലോചിച്ചിട്ടാ. ഈ ഒന്ന് ആലോചിച്ച് നോക്ക്. 4 പെൺകുട്ടികളെ കെട്ടിച്ചേക്കണ്ടേ എനക്ക്? ഇപ്പോഴത്തെ ചെലവ് കണക്കൂട്ടിയാൽ തന്നെ പണമായിട്ട് ചുരുങ്ങിയത് 14 ലക്ഷം റുപ്യെങ്കിലും ചെലവ് വരും. അത് പുതിയാപ്പിള ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ വരണ ചെലവാ. കഷ്ടകാലത്തിന് പുതിയാപ്പിള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് പിന്നെ പറയും വേണ്ട. ഇതിനെന്ത് മാർഗ ഈ കണ്ടത്? ആ 5 സെന്റും പെരയല്ലേ എൻ്റെ ആകെ സമ്പാദ്യം. അതാകെ മൊത്തം വിറ്റാൽ തന്നെ ഒരു കുട്ടിനെ കെട്ടിക്കാൻ തെയ്യോ? ഇതൊക്കെ ചെറിയ മക്കളല്ലേ. ഇപ്പൊ തന്നെ ഓരെ കെട്ടിക്കണ കാര്യം ആലോചിച്ച് എന്തിനാ ബേജാറാവണത്? അനക്ക് ബേജാറുണ്ടാവൂല. അയൽവക്കാരും നാട്ടുകാരും പിരിവെടുത്ത് കല്യാണം നടത്തി തരുന്ന അനക്കറിയാം. പിന്നെ അനക്കെന്തിനാ ബേജാറ്? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇന്നെ എത്തിക്കരുതെന്ന് പറയേണ്ട ആളോട് ഞാൻ പറയുന്നുണ്ട്. ഓ നിന്നെ കൈവടിയൂല, അതെനിക്ക് ഉറപ്പാ. ഞാനേ എന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. എനിക്ക് 3 ആൺകുട്ടികളാ. ഓല് തിന്നാ തീരാത്ത അത്ര മുതൽ എൻ്റെ അടുത്തുണ്ട്. പിന്നെ ഓരൊക്കെ പെണ്ണ് കെട്ടുമ്പോ പണ്ടും പണമായിട്ട് പിന്നെയും വരുവാ. അപ്പൊ ഞാൻ അയൽപക്കത്ത് ഇങ്ങനെ സുഖിച്ച് കഴിയുമ്പോ ഈ അപ്പുറത്ത് കണ്ണീര് കുടിക്കുന്നത് എനിക്ക് സഹിക്കോ? ഇനി അയൽവാസി നിലക്ക് 1000 2000 തന്നാലും എന്റെ കുട്ടിനെ കെട്ടിക്കാൻ കഴിയോ? എന്നാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കണ്ട. അനക്കാണായിട്ട് ഒരയൽവാസി ഉണ്ടെന്ന് കൂട്ടിക്കോ. 1000 2000 കിട്ടിയാൽ നിന്റെ പ്രശ്നം തീരൂലെന്നും അതിലപ്പുറം തരാൻ എന്നെ കൊണ്ട് കഴിയൂലെന്നും ഈ എന്നെ പറഞ്ഞു. ആ സ്ഥിതിക്ക് പ്രശ്നങ്ങളൊക്കെ പടച്ചവന്റെ മുമ്പിൽ അവതരിപ്പിക്കുക നല്ലത്. ഏതായാലും എന്റെ കാര്യം ആലോചിച്ച് ഈ വിഷമിക്കണ്ട. എനിക്കില്ലാത്തൊരു വിഷമം എന്തിനാ മറ്റുള്ളവർക്ക്? അപ്പൊ ഞാൻ അങ്ങോട്ട് നടക്കട്ടെ, ചെന്നിട്ട് ആശുപത്രി പോകണം. നാളോ മറ്റന്നാളോ മൈമൂനാനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരും. അന്നേരം ചെന്ന് ഓളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എനിക്കാവൂല. അല്ലെങ്കിലും അത്തരം വിഷയങ്ങൾ നമ്മളാ പറഞ്ഞു കൊടുക്കേണ്ടത്. പറഞ്ഞു കൊടുക്കേണ്ടത് ഭർത്താക്കന്മാര് തന്നെയാ. പക്ഷെ മൂസക്കോയനോട് ഞാൻ പറഞ്ഞിട്ട് ഓനൊരു മൈൻഡും ഇല്ല. അതുകൊണ്ടാണ് മൈമൂനാനോട് ഈ നേരിട്ട് പോയി പറയണമെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, ഓളിപ്പ പെൺകുട്ടികളെ തന്നെ പെറ്റുകൂട്ടിന്ന് വെച്ച് ഞമ്മക്കെന്താ ചെയ്തോ? ഞമ്മളല്ലല്ലോ ഓലിക്ക് ചെലവിന് കൊടുക്കണത്. മണ്ടൂസേ, ഇപ്പൊ ഞമ്മക്കൊരു ഛേദം ഉണ്ടാവില്ലെന്ന് എന്നെ കൂട്ടിക്കോ. ഓല് മകളെ കെട്ടിക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ഊഹിച്ചു നോക്ക്. എന്തവസ്ഥ? എടി പെൺകുട്ടികളല്ലേ, എങ്ങനെയെങ്കിലും കെട്ടിച്ച് വിടണ്ടെന്നും കരുതി തോന്നുന്ന പണ്ടും പണവും പറഞ്ഞ് കല്യാണം അങ്ങോട്ട് ഉറപ്പിക്കും. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് മൂസക്കോയ എങ്ങനെ അങ്ങോട്ട് കയറി വരും. എന്നിട്ടോ എൻ്റെ പായനോനും ഇങ്ങോട്ട് നിരത്തും. വിചാരിച്ച കാശൊന്നും വന്നിട്ടില്ല, പണ്ടെടുക്ക സമയമായി, ആകെ പ്രയാസത്തിലാണ്. അതുകൊണ്ട് അലുവിക്കുട്ടിയെ ഒരു 50,000 രൂപ കടം തരണം. കല്യാണത്തിന്റെ പിറ്റേന്ന് തന്നെ ഇങ്ങോട്ട് തരാന്നും പറയും. പിറ്റേന്ന് പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞാലും തിരിച്ചു കിട്ടുമോ ആ പൈസ? ഇങ്ങളെ അജ്ജാതി ഇടപാടിനൊന്നും നിക്കണ്ട. എനിക്ക് പിരാന്താണല്ലോ ഓന് കടം കൊടുക്കാൻ. കല്യാണ ദിവസം 1000 2000 കൊടുത്തിട്ട് ബുക്കിലിരിക്കാന്നല്ലാണ്ട്. 1000 2000 500 ഉറുപ്പ്യയിലധികം ഒരു നയാ പൈസ കൊടുക്കണ്ട. എടി ഞമ്മള് പൈസക്കാരാണ്. കല്യാണത്തിന് അന്ന് ഞമ്മൾ എത്ര കൊടുത്തതെന്ന് നാട്ടുകാർ ചർച്ച ചെയ്യും. അവിടെ കുറയാൻ പാടില്ല. പിന്നെ കൊടുക്കണത് എഴുതി വെക്കണില്ലേ? ഞമ്മളെ മോന്റെ കല്യാണത്തിന് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും ചെയ്യല്ലോ. അങ്ങനെയൊന്നും ഉണ്ടല്ലോ അല്ലേ? ആ ഞമ്മളെ മക്കളെ കല്യാണോ ഞമ്മക്കൊരു സമ്മേളനം ആക്കി ആഘോഷിക്കണം. എന്താ? ഞമ്മളെ മക്കളെ കല്യാണം കണ്ട് ഈ അന്തം വിടും. പണ്ടവും പണവും ഇത്ര അധികം കിട്ടിയൊരു കല്യാണം ഈ നാട്ടിലുണ്ടാവരുത്. ഞമ്മളേതായാലും ഭാഗ്യമുള്ളോല.
3 ആൺകുട്ടികളാണല്ലോ, അതുകൊണ്ട് ചെലവില്ല, മുഴുവനും വരവാ. ചെലവില്ലാതെയാ? ഓരെ പഠിപ്പിക്കണ്ടേ? അതൊക്കെ ഇപ്പൊ എത്ര വലിയ ചെലവാ? ജീവിതകാലം മുഴുവൻ തിന്നാലും തീരാത്ത അത്ര മുതലില്ലേ ഞമ്മക്ക്? അത് ഈ പറഞ്ഞ ശരി, എന്നാലും പഠിപ്പിക്കാൻ ചെലവ് വരും. ഓരോ ഡോക്ടറും എഞ്ചിനീയറും വലിയ ഓഫീസർമാരും ആക്കാനാ എന്റെ പ്ലാനേ. അതിന് ഓരെ കൊണ്ട് കയ്യേം ചെയ്യും. കാരണം ഒരു നല്ല ബുദ്ധിയുള്ള കുട്ടികളാണെന്നാണ് മാഷുമാരും ടീച്ചർമാരും ഒക്കെ പറയണതേ. ഓ ഇതാ വരുന്നേ. ആ പിന്നെ കുട്ടികൾ സ്കൂളിട്ട് വന്നതാ, നല്ല ക്ഷീണുണ്ടാവും. പോയിട്ട് ഓലസ് കഴിച്ചു കൊടുക്കും ചെല്ലേ. കയറിക്കോ, മേമൂനകത്തുണ്ട്. ആ ഉറങ്ങ? വാ ഇരിക്കി. പെറ്റെന്ന് കേട്ടപ്പോ ആസ്പത്രിയിൽ വരണമെന്ന് കരുതിയതാ. ഒരു ഒഴിവ് കിട്ടണ്ടേ? 3 പിരാന്തന്മാരാ അവിടെ ഉള്ളത്. ഓനെ ഒരുക്കി പിടിച്ച് സ്കൂൾക്ക് പറഞ്ഞയക്കാനുള്ള ഒരു പാട്. പെരയില് വേലക്ക് ആളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാ സ്ഥലത്തും എന്റെ കണ്ണെത്തണം. ചുരുക്കി പറഞ്ഞാ പൊരേന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സമയമില്ല. അതാണ് അവസ്ഥ. കുട്ടി കണ്ടാട്ടെ. അല്ലോ, പൂച്ചക്കുട്ടിന്റെ അത്രേ ഉള്ളൂ. തീരെ തടിയും വലുപ്പമില്ലല്ലോ, നിറവും കുറവാ. അല്ലെങ്കിലും ചില കുട്ടികൾ പ്രസവിക്കുമ്പോഴങ്ങനെയാ, പിന്നെ ഒക്കെ അങ്ങോട്ട് തെളിഞ്ഞു വരും. ആ ഇതും പെൺകുട്ടിയായി പോയില്ലേ. ഈ ക്ഷമിക്ക്, ഒക്കെ വിദ്യയാണെന്ന് കൂട്ടി സമാധാനിക്ക്. മുതലുണ്ടെങ്കിൽ തരക്കെടില്ല, ഇതിറ്റിങ്ങളൊക്കെ കെട്ടിച്ചു വിടണ്ടേ. എനിക്ക് പിന്നെ അങ്ങനത്തെ ബേജാറില്ല. 3 ആൺകുട്ടികളാണല്ലോ. അല്ല, ഈ മൂപ്പരോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ആരോട്? അന്റെ പുതിയാപ്പളിനോടേ. എന്ത് കാര്യങ്ങളെ പറ്റിയാ ഈ പറയുന്നത്? പ്രസവം നിർത്താൻ. പ്രസവം നിർത്തിയേ? ആ, അടുത്തത് ആൺകുട്ടിയാവും എന്ന് കരുതി പെൺകുട്ടികൾ അങ്ങനെ പെറ്റുകൂട്ടണ്ട. ഇനി ഒരു പരീക്ഷണത്തിന് നിൽക്കണ്ട. പ്രസവം നിർത്താന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ കാലത്തൊരു പ്രയാസമുള്ള കാര്യമല്ല. ഏതായാലും അതിനെപ്പറ്റിയൊന്നും ഇപ്പൊ ചിന്തിക്കണില്ല. പിന്നെ അടുത്തത് ആൺകുട്ടിയാവുന്ന കരുതി കാത്തിരിക്കായി. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ടാവണം എന്ന് തന്നെ എൻ്റെ ആഗ്രഹം. അതെന്റെ ആഗ്രഹം മാത്രാ. സൃഷ്ടിക്കുന്നത് പടച്ചോനാ. ആണും പെണ്ണും തിരിക്കുന്നതും ഓനാ. അതിലൊരാൾക്കും ഇടപെടാൻ പറ്റൂല. പള്ളയിലുണ്ടാവുന്നത് മുതല് പ്രസവിക്കുന്നത് വരെ ഇതിനെ ഒരു ആൺകുട്ടിയാക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല. ആണായാലും പെണ്ണായാലും ദുനിയാവിലും ആഖിറത്തിലും ഹൈറാക്കി തരണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ എൻ്റെ മക്കളെ പോറ്റുന്നതും. ഇനി ഉണ്ടാവുന്നതും പെണ്ണാണെങ്കിൽ അൽഹംദുലില്ലാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്റെ വിഷമം കണ്ടിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. എന്നോട് ഇഷ്ടക്കേടൊന്നും തോന്നണ്ട. ഞാൻ പോട്ടെ, ചെന്നിട്ടൊരു 100 കൂട്ടം പണിയുണ്ട്. ആ ഇത്ര പെട്ടെന്ന് ഇറങ്ങിയോ? ഞാൻ ചായ ഉണ്ടാക്കാൻ വരേനും. ആ ഇനിയിപ്പൊ ചായയും കൂടി ഉണ്ടാക്കുക. ഇപ്പൊ തന്നെ പെണ്ണുങ്ങൾ എടുക്കേണ്ട പണി മുഴുവൻ നിങ്ങൾ ഒറ്റക്കല്ല എടുക്കണത്. വീട്ടിലെ പണിയൊക്കെ ആർക്കും എടുക്കാലോ. ഇണ്ടാടെ ഉണ്ടല്ലോ ഒരു മനുഷ്യൻ, വീട്ടിൽ ഒരു പണി മൂപ്പർക്ക് അറിയൂല. ഞാൻ ഇതുവരെ ഒരു പണിയോട്ട് എടുപ്പിച്ചിട്ടുമില്ല. അലവിക്കുട്ടിന്റെ ഭാഗ്യം. ഇങ്ങക്കെന്താ വല്ലാത്തൊരു വിഷമം പോലെ? കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തുപോയി. നമ്മളെ കണക്കിന് നമ്മൾ വലിയ ഭാഗ്യമുള്ളവരായിരുന്നു. മക്കളൊക്കെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഓഫീസർമാരും. സമ്മേളനം പോലത്തെ കല്യാണം, ആനക്കെടുക്കാൻ മാത്രം പണ്ടവും പണം. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. യാതൊരു ബേജാറില്ലാതെ ജീവിച്ച മൂസക്കോയക്ക് അന്നും ഇന്നും സമാധാനം മാത്രം. ഞമ്മക്കാണെങ്കിലോ അന്നും സമാധാനമില്ല, ഇന്നും സമാധാനമില്ല. അതിനുള്ള കാരണം എന്താണെന്ന് നിനക്കറിയോ?
മക്കളൊന്നും നമ്മള് വിചാരിച്ച മാതിരി ആയില്ല. അതന്നെ. അങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാ? എല്ലാം തകർന്നപ്പോഴാണ് എനിക്കതിന് ഉത്തരം കിട്ടിയത്. നമുക്കുണ്ടായിരുന്നത് കുറെ പണും ചെറിയൊരു മനസ്സുമായിരുന്നു. എന്നാ മൂസക്കോയ്ക്കും മൈമൂനക്കോ പണം ഉണ്ടായിരുന്നില്ല, പകരം വലിയ മനസ്സുണ്ടായിരുന്നു. ഓർക്ക് 4 പെൺകുട്ടികളായപ്പോ ബേജാറ് ഞമ്മക്കായിരുന്നു. ഇപ്പൊ മൂസക്കോയക്ക് 4 ആണും 4 പെണ്ണും ഉണ്ട്. മൈമൂനെ പ്രസവിക്കാതെ തന്നെ 4 ആമക്കളെ കിട്ടിയെന്നർത്ഥം. നിനക്ക് ഓർമ്മയുണ്ടോ കുഞ്ഞുവി, പണ്ട് ഞാൻ എനക്കൊരു കഥ പറഞ്ഞു തന്നത്? മൂസക്കോയന്റെ മൂത്ത മോളുടെ കല്യാണാലോചനക്ക് ചെറുക്കൻ എൻ്റെ അടുത്ത് വന്ന കഥ. ഹലോ, ഒന്ന് നിൽക്കണേ. പാലക്കുന്ന് അലവിക്കുട്ടിയാക്കാന്റെ വീട്ടിലേക്കുള്ള വഴിയേതാ? ഇവിടുന്ന് ഇടത്തോട്ട് ഒരു 10 അടി നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പലരക്കടാണ്. ഓരോട് അന്വേഷിച്ചാൽ മതി, ഓര് പറഞ്ഞുതരും. നിങ്ങൾ എവിടുന്നാ? ഞങ്ങൾ കുറച്ച് ദൂരെന്നാ. മൂപ്പരെ കാണേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. മൂപ്പര് ഇപ്പൊ വീട്ടിലുണ്ടാകുമെന്ന് സംശയാ. മൂപ്പർക്ക് ടൗണിൽ ഒരു ഹാർഡ്വെയർസ് ഉണ്ട്, അവിടെ ഉണ്ടാവും. നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ അവിടെ പോകാൻ നല്ലത്. അതല്ല വീട്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വൈക്ക് വണ്ടി വിട്ടോളി. എന്താനിഫ ഒരു സ്വകാര്യം പറച്ചല്? ഇതെന്ത് പുതുമ? ഇന്ന് നിങ്ങൾ കടയിക്കൊന്നും പോയില്ലേ? ഇന്ന് മൊയിലാർക്ക് ചെലവുള്ള ദിവസമായതുകൊണ്ട് കടയിൽ മൂത്ത മോനെ നിർത്തി. എനിക്കും വേണ്ടയുടെ ഇടയ്ക്കൊരു ലീവും വിശ്രമവും ഒക്കെ. ഇന്നലെ ഇതാണ് നിങ്ങൾ പറഞ്ഞ ആള്. ഇവരിങ്ങളെ വീട് അന്വേഷിക്കായിരുന്നു. ഇനി നിങ്ങൾ തമ്മിൽ പറഞ്ഞോളി, ഞാനാണ് പോട്ടെ. എനിക്ക് നിങ്ങൾ ആരും മനസ്സിലായിട്ടില്ല. ഞങ്ങളൊരു കല്യാണാലോചനയായിട്ട് വന്നാണ്. ആഹാ, ഇവിടുന്ന് അങ്ങട്ടോ അവിടുന്ന് ഇങ്ങട്ടോ? ഇവിടുന്ന് അങ്ങോട്ടാ. നിങ്ങളുടെ തൊട്ടടുത്ത വീടാ മൂസാക്കാന്റെ മൂത്ത മോള്. അപ്പോ എന്തെല്ലാം അങ്ങക്ക് അറിയണ്ടേ? അല്ല, പൊതുവിൽ അവരെ പറ്റിയുള്ളൊരു വിവരം. പൊതുവിൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ആ കുട്ടി പഠിക്കാൻ പോകുന്നുണ്ട്. എന്തിനാണ് ഇപ്പൊ പഠിക്കണെന്ന് ചോദിച്ചാല് MSc സെക്കൻഡ് ഇയറാ. ആ, അപ്പൊ എന്നെക്കാട് വിവരം ഇങ്ങടുത്തുണ്ടല്ലോ. അല്ല, ആരാ പുതിയാപ്പള? ദാ ഇയാളാ. എന്താ ജോലി? അഗ്രികൾച്ചർ ഓഫീസറാ. ആഹാ, ഇത്ര വലിയ ജോലിയുള്ള ആളാണ് ഈ കല്യാണാലോചനയായിട്ട് വന്നിക്കണത്. എന്താ കാര്യം? അതെ, നിങ്ങളെ ഗുണത്തിനും വേണ്ടി പറയാന്ന് കൂട്ടിയാ മതി. ഈ ആലോചന നിങ്ങൾക്ക് വേണ്ട. വേറെ എത്ര നല്ല കുട്ടികൾ നിങ്ങൾക്ക് കിട്ടും. കാരണം എന്താന്ന് പറഞ്ഞാൽ തിരക്കടില്ലായിരുന്നു. കാരണം പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. അയൽവാസി എന്നുള്ള നിലയ്ക്ക് എല്ലാം പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, മൂസക്കോയക്ക് ആകെ 15 സെന്റ് സ്ഥലമാണുള്ളത്. ഒക്കെ കൂടി നുള്ളിപ്പറിക്ക് കൂട്ടിയാൽ തന്നെ 10 പവൻ പണ്ടത്തിലധികം ഓൻ്റെ അടുത്തൊന്നും കിട്ടൂല. പണ്ടവും പണവും ഞങ്ങൾക്ക് ഡിമാൻഡില്ല. ഇല്ലേ? അത് നന്നായി. പിന്നത്തെ പ്രശ്നം, 2-3 വയസ്സിന്റെ വ്യത്യാസത്തിൽ 4 പെൺകുട്ടികളാ ഓനക്കുള്ളത്. മൂത്ത കുട്ടി നിങ്ങൾ കെട്ടിയാൽ തന്നെ ബാക്കിയുള്ളതിനെ കെട്ടിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കാ? മൂത്ത മരുമാന്റെ തലയിൽ വരും. മൂസക്കോന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ ഇന്നെ കൊണ്ടൊന്നും കഴിയൂലെന്ന് പറഞ്ഞു മലന്ന് കിടക്കും. വെറുതെ എന്തിനാ ഒരു ഏടാകൂടം വെച്ച് തലേ കയറ്റണത്? ഇയാളെ ജോലി വെച്ച് നോക്കുമ്പോ എത്ര വലിയ വലിയ പൊരേന്ന് പെണ്ണ് കിട്ടും. അതുകൊണ്ട് ഈ ആലോചന മേൽ നിങ്ങൾ വല്ലാതെ അങ്ങോട്ട് കെട്ടി മറിയണ്ട. വരി മൊയിലാരെ. എന്നാലും ഒരു കല്യാണം മുടക്കാൻ മാത്രമുള്ള കാരണങ്ങള് നിങ്ങളിപ്പോ ഈ പറഞ്ഞില്ലാന്ന് എന്റെ അഭിപ്രായം. ആര് പറഞ്ഞു? അല്ല, സ്വത്തില്ല എന്നുള്ളതല്ലാത്ത കാരണങ്ങൾ എന്തെങ്കിലും ആ കുട്ടിക്കുണ്ടോ? അത് തന്നെ പോരെ മൊയിലാരെ. നല്ലൊരു ചെറുപ്പക്കാരനെ പറ്റിക്കാൻ ഞാൻ കൂട്ടു നിൽക്കണം എന്നാണോ നിങ്ങൾ പറയണത്? ഈ മഹലിലൊരു പാവം പെൺകുട്ടിക്ക് ഒരു ജീവിതം കിട്ടണേ ഇല്ലാതാക്കാൻ ഞാൻ കൂട്ടിക്കണം എന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അതുകൊണ്ട് ഞാൻ അവരെ കണ്ട് കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്താക്കി കൊടുത്തിട്ട് വരാം. എനിക്കിഷ്ടമില്ലാത്തൊരു കല്യാണം നടത്തി കൊടുക്കാൻ നിങ്ങൾ മെനക്കെടരുത് മൊയിലാരെ. നടത്തണോ നടത്താതിരിക്കണോ ഒക്കെ അവരിഷ്ടം. സത്യം മൂടി വെക്കണത് ഞാൻ ചെയ്യണ തെറ്റ്. നിങ്ങളെ വീട്ടിലൊരു പിടി ചോറ് കരുതി ആ തെറ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ എനിക്കുള്ള ചോറിന് അരി രണ്ടാന്ന് വീട്ടുകാരോട് പറഞ്ഞേക്ക്. നിക്കി 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 നിക്കി. അല്ല, നിങ്ങളിപ്പോ എന്ത് തീരുമാനം എടുത്തിട്ടാ മടങ്ങുന്നത്? തൊട്ട അയൽവാസി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഞങ്ങൾ അധികം ആലോചിക്കാൻ നിന്നില്ല. തീരുമാനം എടുത്തു. ഇനി ഞങ്ങൾ മടങ്ങുക. നിങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാ ഞാനിപ്പോ ഇങ്ങോട്ട് ഓടി വന്നത്. ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല.
ആ കുട്ടിയെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. അല്ല, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? സന്തോഷം കൊണ്ട്. നിങ്ങൾ ഇപ്പോഴത്തെ ഈ തീരുമാനം ഉണ്ടല്ലോ, ആ തീരുമാനത്തിൽ നിങ്ങൾ എത്തിക്കാനുള്ള തീരുമാനമായിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അൽഹംദുലില്ലാ, ഒരു ആൺകുട്ടീനെ പരിചയപ്പെടാനായല്ലോ. നിങ്ങൾക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യാം. ഈ കല്യാണത്തിന് എന്നെ വിളിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ആയുസുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഞാൻ അവിടെ എത്തും. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ. എന്നാ അങ്ങനെ ചെയ്യാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഈ നോക്കണ്ട, ഞാനല്ല അഭിപ്രായം പറഞ്ഞത്. ഈ കണ്ട് ഇഷ്ടപ്പെട്ടൊരു കുട്ടിനെ കല്യാണം കഴിക്കണേന് ഞാൻ ഒരിക്കലും എതിരല്ല. പിന്നെ ആരാ എതിര്? ഞാനാണ് എതിര്. എനിക്ക് ഈ കല്യാണം ഇഷ്ടല്ല. അത് ശരി. എന്നാ ഈ കാര്യം നേരത്തെ തന്നെ പറഞ്ഞൂടായിരുന്നോ ഉമ്മ? ആ കുട്ടിയെ തന്നെ കെട്ടിക്കൊള്ളാന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. ഉമ്മക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണം കഴിക്കാൻ ഞാനൊരിക്കലും തയ്യാറല്ല. എനിക്ക് എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹം വലുത്. ഇപ്പൊ കേട്ടില്ല നിങ്ങളിന്റെ മോൻ പറഞ്ഞത്? ഞാനത് പറഞ്ഞപ്പോ നിങ്ങളെന്താ പറഞ്ഞത്? നിന്റെ മോനിക്ക് ഇതിനേക്കാൾ നല്ലൊരു കുട്ടീനെ കിട്ടും. ഈ കുറച്ചും കൂടി കാത്തിരിക്കേ. എൻ്റെ ഉമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരിക്കും. നിങ്ങളൊക്കെ നിർബന്ധിച്ചിട്ടാ. അല്ലെങ്കിൽ ഒരു 2 കൊല്ലം കഴിഞ്ഞ് കല്യാണം കഴിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അത് തിരക്കിടില്ല. അനക്കിപ്പോ എത്ര വയസ്സെന്നറിയോ? 28. 2 കൊല്ലം പോയിട്ട് 2 മാസം വരെ നീട്ടാൻ പറ്റൂല. എന്താ എൻ്റെ അഭിപ്രായം? അതന്നെയാ എനിക്കും പറയാനുള്ളത്. എൻ്റെ 2 ഏട്ടന്മാർ 25-ാം വയസ്സിൽ പെണ്ണ് കെട്ടിയോരാ. എൻ്റെ പെങ്ങന്മാരാണെങ്കിൽ ഒരാൾ 18-ാം വയസ്സിലും ഒരാളെ 19-ാം വയസ്സിലും കെട്ടിച്ചയച്ചിക്കണ്. ആ, പെങ്ങന്മാരെ കെട്ടിച്ച പ്രായം നോക്കുമ്പോ എന്റെ കല്യാണം കുറെ വൈകി ഇല്ലേ ഉമ്മ? ഈ കളിയാക്കൊന്നും വേണ്ട. അല്ല, ഇന്നലെ ഞാൻ കണ്ട കുട്ടിയെ ഉമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അതിന്റെ കാരണം എന്താന്ന് ചോദിക്കാൻ വിട്ടുപോയി. അതെ, ആ വീട്ടിൽ 4 പെൺകുട്ടികളാ. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ആ കുടുംബം തന്നെ ഒരു പെൺകുട്ടികളെ വകയാണ്. ആദ്യം ഒരു കുട്ടീനെ ഇജ്ജ് കെട്ടിയാല് അനക്കുണ്ടാകുന്ന മുഴുവൻ പെൺകുട്ടികളായി പോയാലോ? എന്നാലേ ഉമ്മ അങ്ങോട്ട് ഇരിക്കി, ഞാനൊരു കാര്യം കാണിച്ചു തരാം. മനുഷ്യ ശരീരത്തിൽ എല്ലാ കോശങ്ങളിലും ഒരു കോശത്തിൽ ഉള്ളതിനേക്കാൾ പകുതി ക്രോമസോം മാത്രമേ പ്രത്യുൽപാദന അവയവങ്ങളായ അണ്ഡാശയങ്ങളിലുള്ള അണ്ഡങ്ങളിലും വൃഷണത്തിലും ഉണ്ടായിരിക്കുക. ഈ 23 ക്രോമസോമുകളിൽ മനുഷ്യന്റെ ലിംഗ സ്വഭാവത്തെ നിർണയിക്കുന്നത് ഒരു ജോഡി ക്രോമസോമാണ്. ആ ക്രോമസോമുകൾക്ക് XX അല്ലെങ്കിൽ XY എന്ന നാമമാണ് ഉപയോഗിക്കുന്നത്. അതായത് പുരുഷ സ്വഭാവം കാണിക്കുന്ന ക്രോമസോമിന്റെ ജോഡികൾ XYയും സ്ത്രീ സ്വഭാവം കാണിക്കുന്ന ക്രോമസോമിന്റെ ജോഡി XX-ഉം ആണ്. പുരുഷന്റെ ബീജത്തിൽ Y ക്രോമസോം ഉള്ള ബീജമാണ് അണ്ഡവുമായിട്ട് സംയോജിക്കുന്നത് എങ്കിൽ അതുവഴി ഉണ്ടാകുന്ന കുഞ്ഞ് ആൺകുഞ്ഞും X ക്രോമസോം ഉള്ള ബീജമാണ് സ്ത്രീയുടെ അണ്ഡവുമായി യോജിക്കുന്നതെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന കുഞ്ഞ് പെണ്ണുമായിരിക്കും. ഉണ്ടാകുന്ന കുഞ്ഞിന്റെ ലിംഗനിർണയത്തിൽ വല്ല സ്വാധീനവും ഉണ്ടെങ്കിൽ അത് പുരുഷനാണ്. സ്ത്രീക്ക് അതിൽ യാതൊരു റോളും ഇല്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. ഇന്ന് സമൂഹത്തിൽ പൊതുവെ ഒരു ധാരണയുണ്ട്. ചില ദമ്പതികൾക്ക് പെൺകുട്ടികൾ മാത്രം ജനിക്കുമ്പോൾ അവിടെ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാർ ഭാര്യയെ പഴിക്കുന്ന ഒരു സ്വഭാവം നിലനിൽക്കുന്നുണ്ട്. ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് നമ്മൾക്ക് ശാസ്ത്രീയമായി വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാവും. കാരണം പുരുഷനിലാണ് ലിംഗനിർണയം സംഭവിക്കുന്ന XY ക്രോമസോമുകൾ ഉള്ളത്.
സ്ത്രീകളിൽ എല്ലായ്പ്പോഴും XX ആയതുകൊണ്ട് ലിംഗനിർണയത്തിൽ സ്ത്രീക്ക് യാതൊരു സ്വാധീനവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ പെൺകുട്ടികൾ മാത്രം ഉണ്ടാകുന്നതിൽ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ പറഞ്ഞതിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഒരു ഭാര്യ പ്രസവിച്ചത് പെൺകുട്ടിനാണെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഭർത്താവിനാണെന്നാ. ഇനി ഞാൻ ഈ പറഞ്ഞതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ഇതായിരിക്കണ റിട്ടയർഡ് മാഷ് ചോദിച്ചു നോക്കി. ഇനി അതും വിശ്വാസമില്ലെങ്കിൽ വേറെ ഡോക്ടർമാരോട് ചെന്ന് സംശയം തീർത്തോളി. ഇനി ഇതേക്കുറിച്ച് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? സൂറത്ത് ഷൂറയിൽ 49-ാമത്തെയും 50-ാമത്തെയും ആയത്തിന്റെ അർത്ഥം ഒന്ന് പരിശോധിച്ച് നോക്കി.